അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, കുറച്ച് സവാള അരിഞ്ഞത്, ഇച്ചിരി ബ്രെഡ് ക്രാംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് കുക്കറിൻ്റെ അകത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടായിട്ട് അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അകത്ത് വെച്ച് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് നാറി കഴിയുമ്പം നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതൊന്ന് ഇതുപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഉരുളയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ആ മുട്ടയ്ക്കകത്തോട്ടൊന്ന് മുക്കി നമുക്ക് ബ്രെഡ് ക്രാംസിലിട്ടൊന്ന് മുക്കി എടുക്കാം. ഇതുപോലെ നല്ലതായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് ഒരു സൈഡ് മൂത്ത് വരുമ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവരും നമ്മുടെ ഈ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.